വെൽക്കം ടു ഹോംമെയ്ഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു റെസിപ്പി ആയിട്ടുള്ള വീഡിയോ അല്ല. ഇത് വന്നിട്ട് നമ്മൾ നാട്ടിൽ പോയായിരുന്നു ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് വേണ്ടി. നാട്ടിൽ പോയിട്ട് വന്ന് എൻ്റെ സൂട്ട് കേസിലോ എൻ്റെ ട്രോളിയിലോ എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ കൊണ്ടുവന്നേക്കുന്നത് എന്ന് പറഞ്ഞ ഒരു വീഡിയോ ആണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല. നാട്ടിൽ കിട്ടുന്ന എല്ലാം ഇവിടെയും കിട്ടുന്നുണ്ട് നമുക്ക്. പക്ഷേ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ആ ടേസ്റ്റ്, ആ ഒരു ഫീൽ, ആ ഒരു നൊസ്റ്റാൾജിയ ഇസ് വാട്ട് വിൽ ബി മിസ്സിങ് ഹിയർ. അപ്പോൾ ആദ്യത്തെ ഐറ്റം എന്ന് പറയുമ്പോൾ മാങ്ങ. അപ്പോൾ കുറേ മാങ്ങ കിട്ടിയായിരുന്നു ഇപ്രാവശ്യം. ഓൾറെഡി ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ മാങ്ങാച്ചാറും ഇട്ടിട്ടാണ് വന്നത്. അപ്പോൾ അതില്ലാതെ ഞാൻ കുറച്ചും കൂടി മാങ്ങ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇനിയും കുറച്ചും കൂടി അച്ചാറിടാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. മാങ്ങയുടെ സീസൺ ശരിക്കും പറഞ്ഞാൽ തുടങ്ങിയിട്ടില്ല. പിന്നെ നല്ല മാങ്ങ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. ബിക്കോസ് ഇവിടെ വന്നിട്ട് ചിലപ്പോൾ ഇവിടെ വരുന്ന മാങ്ങ ഓൾറെഡി പഴുത്ത മാങ്ങ ആയിരിക്കും. പിന്നെ ഇവിടെ അച്ചാറിടാൻ മാങ്ങ തപ്പി നടന്നാലും കിട്ടാറില്ല. പിന്നെ നാട്ടിൽ പോകുമ്പോൾ മസ്റ്റായിട്ട് വാങ്ങിക്കുന്ന ഇനിയും ഒരു സാധനം വന്നിട്ട് മാഗിയാണ്. അപ്പോൾ ഈ മാഗി ഇവിടെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓൺലി ഇന്ത്യൻ സ്റ്റോഴ്സ് മാത്രമേ ഇത് കിട്ടാറുള്ളൂ. പിന്നെ അത് തപ്പി നടക്കാൻ ഒരു സമയമാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോൾ പോയാലും ഒരു വലിയ 2-3 പാക്കറ്റ് മാഗി വാങ്ങിക്കും. പിന്നെ എല്ലാവരുടെയും ഫേവറേറ്റായിട്ടുള്ള മിൽക്ക് പേട, മിൽമാഡ്. ഇവിടെ തീരെ കിട്ടാത്ത സംഭവമാണിത്. പക്ഷേ ഞാൻ കരാമല്ല ഒരു റെസ്റ്റോറൻറ്റിന് മുമ്പിൽ ഒരു മിൽമാഡ് സ്റ്റോർ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ അവൈലബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പിന്നെ ലേസ് ക്രീം ആൻഡ് ഓണിയൻ ഫ്ലേവർ ഇവിടെ കിട്ടാറേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇതും ഒരു മസ്റ്റാണത്. പിന്നെ അമ്മായിമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള അച്ചാർ, നാരങ്ങ അച്ചാറും പിന്നെ മാങ്ങ അച്ചാറും. മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ യു ക്യാൻ ചെക്ക് ഔട്ട് മൈ ഇൻസ്റ്റാ ഫീഡ് homemade.me. അതിലുണ്ട് അതിൻ്റെ റെസിപ്പി. പിന്നെ അത് കഴിഞ്ഞിട്ട് പാവക്കാട വറ്റൽ. അപ്പോൾ ഇത് ഞാൻ റിലയൻസിൽ നിന്നാണ് വാങ്ങിച്ചത്. പിന്നെ ഇത് എൻ്റെ മമ്മിയുടെ സ്പെഷ്യലാണ്, പൊടിച്ചെമ്മീൻ അച്ചാർ. കൊച്ചിയിൽ പൊടിച്ചെമ്മീൻ ഭയങ്കര ഫേമസ് ആണ്, ഭയങ്കര ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ എപ്പം ഞങ്ങൾ നാട്ടിൽ പോയിട്ട് വന്നാലും ഇത് കുറേ വാങ്ങിച്ചുകൊണ്ട് വരും. ഇതർ വേവിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ ഫ്രൈ ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ അച്ചാറായിട്ട് കൊണ്ടുവരും. അപ്പോൾ അച്ചാറാണ് കൂടുതൽ ടേസ്റ്റ്. ഇത് സംഭവം ശരിക്കും പറഞ്ഞാൽ 3 കിലോയുടെ ചെമ്മീനാണ് വാങ്ങിച്ചത്. പക്ഷേ ഉണ്ടാക്കി വരുമ്പോൾ ഇത്രയേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഓരോരു ചെമ്മീനും അടിപൊളി ടേസ്റ്റാണത്. അത്യാവശ്യം നല്ല എരിവും പിന്നെ വെളുത്തുള്ളിയും വിനീഗറും എല്ലാം ഇട്ട് ഉണ്ടാക്കിയതാണിത്. ഇത് ശരിക്കും മീഡിയം പ്രോൺസിനെക്കാട്ടും നമുക്ക് സ്റ്റോറിൽ കിട്ടുന്ന മീഡിയം പ്രോൺസിനെക്കാട്ടും ചെറുതാണ്. അപ്പോൾ ഉണ്ടാക്കി വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും അതിൻ്റെ സൈസ്. അപ്പോൾ ഞാൻ ഒരെണ്ണം കഴിച്ച് നോക്കിയിട്ട് ഞാൻ പറയാം എങ്ങനെ ഉണ്ടെന്ന്. അടിപൊളി, നല്ല എരിവും പുളിയും ഉപ്പും അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ അച്ചാറാണ്. അപ്പോൾ ഞാൻ ഇനിയും പോസ്റ്റ് ഇടുമ്പോൾ എൻ്റെ ഇൻസ്റ്റാ ഫീഡിൽ കണ്ട് കൊതി കിട്ടുള്ളൂ. പിന്നെ ഇത് വന്നിട്ട് ചമ്മന്തിപ്പൊടി. അപ്പോൾ കൊച്ചി സൈഡിലെല്ലാം ഭയങ്കര ഫേമസ് ആയ ഒരു ഐറ്റമാണ് ഇതും. അപ്പോൾ ഇത് തേങ്ങ വറുത്ത് പിന്നെ അതിൻ്റെ കൂടെ മുളകും ചെറിയുള്ളിയും വേപ്പിലയും ഇതൊക്കെ ഇട്ട് നല്ലപോലെ മൂപ്പിച്ചെടുത്ത് പിന്നെ പൊടിച്ചെടുക്കുന്ന സംഭവമാണ് ഇത്. പിന്നെ കുറച്ച് പലഹാരമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. നാടൻ മിക്സറും കുഴലപ്പവും പിന്നെ മുറുക്കും അച്ചപ്പമൊക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ ഫ്ലൈറ്റിൽ കൊണ്ടുവരുമ്പോൾ ഒരു വഴിയായി, എല്ലാം പൊടിഞ്ഞു പോയി. ബട്ട് ഓൾസോ കഴിക്കാമല്ലോ അല്ലേ. അടുത്ത ഐറ്റമാണ് പാൽഗോവ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെന്നൈയിലിരിക്കുമ്പോൾ കുറേ കഴിച്ചതാണ്. അപ്പോൾ ശരിക്കും അത് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ട്രിവാൻഡ്രമിൽ ഒരു ബേക്കറിയിൽ കണ്ടപ്പോൾ പിന്നെ ചാടിക്കറി വാങ്ങിച്ചു. പണ്ട് സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇപ്പോൾ തീരെ നൊസ്റ്റാൾജിയ ആയിപ്പോയി, ഓർമ്മകളായിപ്പോയി. അപ്പോൾ എന്താ ചെയ്യുക, വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ പെർമിഷൻ വെച്ചിട്ട് ഞാൻ എന്താണ്ട് ഒരു പീസ് എടുത്ത് കഴിക്കാൻ പോന്നു. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഗുരുവായൂർ കുട്ടി പപ്പടം. ഇപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നതും കേൾക്കുന്നതും ഒക്കെ. അപ്പോൾ റിലയൻസിൽ ഇത് കണ്ടപ്പോൾ വാങ്ങിച്ചതെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടെന്ന്. പിന്നെ ഇത് ഞങ്ങളുടെ പറമ്പിലുണ്ടായ കപ്പ. അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ കൂടെ മീൻകറിയും വെച്ച് കഴിക്കണം. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. മുളക് ചമ്മന്തി. അപ്പോൾ ഇതും എൻ്റെ മമ്മി ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. മുളക് ചമ്മന്തി നല്ല മുളകൊക്കെ ഇട്ട് വറുത്ത് അതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല എരിവുള്ള ഒരു സംഭവമാണത്. ഇപ്പോൾ ചോറോ പഴങ്കഞ്ഞിയോ കഞ്ഞിയോ അതിൻ്റെ കൂടെയൊക്കെ വെച്ച് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സംഭവമാണിത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചോ ഇനിയൊരു സാധനമുണ്ട്. ഇത് വന്നിട്ട് സംതിങ് ന്യൂ ടു മീ. ഞാൻ ആദ്യം വിചാരിച്ചു ഇത് സ്പ്രിങ് ഓണിയൻസ് ആണ്. പിന്നെ പൂ കണ്ടപ്പോൾ മനസ്സിലായി ഇത് സ്പ്രിങ് ഓണിയൻസ് അല്ല എന്ന്.
അപ്പോൾ ഇത് വന്നിട്ട് ഉള്ളിയില എന്ന് പറഞ്ഞിട്ടാണ് ദേ വർ സെല്ലിങ് ഇറ്റ്. അപ്പോൾ ഒരു ഗ്രോസറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് അത്. ഈ ഉള്ളിയിലയുടെ ഈ താഴത്തെ ഭാഗം അങ്ങ് കട്ട് ചെയ്തെടുക്കാം, ഈ പോർഷൻ. അപ്പോൾ ഈ പോർഷൻ കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള പോർഷനൊക്കെ നമുക്ക് തോരനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇൻക്ലൂഡിങ് ദ ലീവ്സ്, ഇൻക്ലൂഡിങ് ദ ഫ്ലവേഴ്സ്, യു ക്യാൻ യൂസ് ഇറ്റ് ഫോർ തോരൻ ഓർ സ്റ്റർ ഫ്രൈ. ഇപ്പോൾ നമ്മൾ മുട്ടത്തോരൻ ഉണ്ടാക്കണമെങ്കിൽ മുട്ടത്തോരൻ്റെ കൂടെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ബീൻസ് തോരൻ അതിൻ്റെ കൂടെയും നമുക്ക് ആഡ് ചെയ്യാം. നെക്സ്റ്റ് ഐറ്റം വന്നിട്ട് നെല്ലിക്ക വൈൻ. ഇതിന് മമ്മി വീട്ടിലുണ്ടാക്കിയതാണ്. അപ്പോൾ നെല്ലിക്ക വൈൻ ഹാസ് ഗോട്ട് സോ മച്ച് ഓഫ് ഹെൽത്ത് ബെനിഫിറ്റ്സ്. ഇറ്റ് ഇൻക്രീസസ് യുവർ appetite, ഇറ്റ് ഓൾസോ കൺട്രോൾസ് യുവർ BP ആൻഡ് യുവർ ഷുഗർ ലെവൽ. സോ ഡെയിലി നൈറ്റ് ഇത് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഹാവ് 1 teaspoon ഓഫ് വൈൻ. ദാറ്റ് ഈസ് മോർ ദാൻ സഫിഷ്യൻറ്റ്. പിന്നെ ഇതിൻ്റെ റെസിപ്പി ചോദിച്ചാൽ എനിക്കറിയില്ല, ഞാൻ ചോദിച്ചിട്ട് ഞാൻ പറയാം നിങ്ങൾക്ക്. പിന്നെ ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായ പഴം, അപ്പോൾ അതും കൂടി എടുത്തുകൊണ്ട് വന്നു. പിന്നെ കുറച്ച് ഗുണ്ട് പച്ചമുളക്. ഇതിവിടെ കിട്ടാറില്ല, ഭയങ്കര റെയറായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ പറമ്പിലുണ്ടായതാണ്, അതും കൂടി എടുത്തുകൊണ്ട് വന്നു. പിന്നെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ഐറ്റം, എൻ്റെ എന്നല്ല, അപ്പോൾ കുറേ പേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റമാണ് പൊതി കേക്ക്. അപ്പോൾ പൊതി കേക്ക് വന്നിട്ട് ഇത് പ്ലമ്മിൻ്റെ പൊതി കേക്കാണ്. അപ്പോൾ നല്ല ഈവനിങ് ചൂട് ചായയുടെ കൂടെ മുക്കി കഴിക്കാനുള്ള പ്ലം കേക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കൊണ്ടുവന്ന സാധനങ്ങൾ. ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ വീഡിയോ. അടുത്തതായിട്ട് വരുന്ന എൻ്റെ ജൂനിയർ ഡേ ആണ്. അപ്പോൾ അവൻ്റെ വാട്ട്സ് ഇൻ ഹിസ് ബാഗ് ഇസ് വാട്ട് ഇസ് നെക്സ്റ്റ്. ഓക്കെ, what is that? Show me. Is this a fruit? It's a fruit. It's pomegranate. Pomegranate. Yeah. It's like a juice. This one? What is that? Kinder Joy. Pet. Kinder Joy. Pet. There's so many Kinder Joys. Kinder Joy. Pet. What is that? Pomegranate. Okay. What is this one? This one. Chocolate. Chocolate? Okay. So many chocolates. This chocolate's perfect. For you this time? What's that? The dinosaurs. Dinosaurs. Show me the dinosaur. Okay. What dinosaur is that? Dinosaur. Okay. So are you done with your bag? Show me, is there anything else? Oh, there are your books. There. What is this, Mama? What is that? It's a toy. It's a Kinder Joy toy. Kinder Joy. What is this, Mama? What is this, Mama? Show me. So that again is a toy. Kinder Joy.